സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഇത് 800 ഗ്രാം ചിക്കനാണ് ഉള്ളത്. 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 8 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സവാള വറുത്തത് ഇട്ട് കൊടുക്കാം. സവാള വറുത്തത് അരച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ചിക്കനാണ്. ഇതിൽ ഓയിലൊന്നും നിൽക്കില്ല. 1/2 കപ്പ് തൈരും ചേർത്ത് നല്ലതുപോലെ ഇളക്കി അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ മസാല നല്ലതുപോലെ ചിക്കനിൽ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ബാർബിക്യൂ ചൂടാക്കിയെടുക്കാം. ഈ കാണുന്നത് കുറച്ച് സിനമൺ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നല്ല മണം വരും. ഇനി ചിക്കൻ സ്ക്യൂവറിൽ കോർത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ചൂട് കിട്ടുന്ന ഭാഗത്തേക്ക് ഇടയ്ക്കിടെ സ്ക്യൂവർ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതുപോലെ പൊരിഞ്ഞു കിട്ടും. അതിലുള്ള ഓയിൽ കത്തിപ്പോവുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കന് ഒരു പ്രത്യേക സ്വാദാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയോ ബ്രഷ് കൊണ്ട് തേക്കുകയോ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദാണ്. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഓയിൽ ശരീരത്തിൽ കയറി രോഗം വരും എന്ന് പേടിക്കുകയും വേണ്ട.
ബാർബിക്യൂ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ചുറ്റുപാടും കുറച്ച് ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കനൽ കത്തിച്ചിട്ട് ഒരു നെറ്റ് വെച്ച് ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചിക്കൻ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. സൂപ്പറാണ്. ഞങ്ങളിത് ഇടയ്ക്കിടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. വീട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ്. ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് പുക പിടിക്കില്ലേ, പുകയുടെ സ്വാദുണ്ടാകുമോ എന്ന്. ഒന്നും ഉണ്ടാകില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ അത്ര പെട്ടെന്ന് കേടുവരികയുമില്ല. ഇതിൽ എത്ര എണ്ണ ചേർത്ത് കൊടുത്താലും ആ എണ്ണ മുഴുവനും കത്തിപ്പോകും. ശരിക്കും ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ചിക്കനിനേക്കാൾ സ്വാദായിരിക്കും. നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ സ്ക്യൂവർ ഇടയ്ക്കിടെ തിരിച്ചു കൊടുക്കണം എന്നേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.